നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? കമലം വാ. അവര് പോയി കണ്ടുപിടിക്കൂടെ? കണ്ടുപിടിച്ചോട്ടെ. അവിടെ കിടന്ന് ചാവണമെന്നൊന്നും എനിക്കും ആഗ്രഹമില്ല. ചത്താ പെട്ടെന്ന് തീരില്ലേ? അങ്ങനെ ഒരു കരുണ അവന് കൊടുക്കാൻ പാടില്ല. ഹലോ, അതെ. ശാലി, ആരാ അകത്ത്? ശാലി, ഞാനാ. അയ്യോ വിഷ്ണുട്ടാ, ഈ റൂം തുറക്ക. മൂടിത്താ. വാതിൽ തുറക്ക്. വിഷ്ണുട്ടാ, ഇപ്പൊ തുറക്കാം. ശാലിനി, എന്ത് പറ്റി വിഷ്ണുട്ടാ? ഈ റൂമിന്റെ വാതിക്ക് വെച്ച് എന്നെ ആരോ അകത്തേക്ക് പിടിച്ച് തള്ളി. ആളാരാണെന്ന് മനസ്സിലാവും മുമ്പ് റൂം പൂട്ടി പുറത്തെ മാസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്തു. ഏതവനോ? ഇത് അവള് തന്നെയാ, സുസ്മിത. വിഷ്ണുട്ടൻ വാ. അല്ല, വിഷ്ണുവാശനെ റൂമിൽ പൂട്ടിട്ടിരിക്കണ നേരത്തെ എനിക്ക് എങ്ങനെ മനസ്സിലായത്? വിഷ്ണുവേട്ടനെ കാണാതാവുന്നതിന് തൊട്ടു മുമ്പ് അവളും കുറച്ചു നേരത്തേക്ക് മിസ്സിംഗ് ആയിരുന്നു. പിന്നീട് അവള് തിരിച്ചു വന്നപ്പോ അടക്കി പിടിച്ചുള്ള ചിരിയും അമ്മയായിട്ടുള്ള സംസാരമൊക്കെ ഞാൻ കൂട്ടി വായിച്ചു. ഫോൺ ചാർജ് ചെയ്യാവുന്ന ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവില്ല, അതും ഇന്നത്തെ ദിവസം. വിഷ്ണുവേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളെ ഇനി അധികം നേരം ഇവിടെ നിർത്താൻ പാടില്ല വിഷ്ണുവേട്ടാ. ഇന്ന് നമ്മുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനമാ. എന്ത് പ്രശ്നം ഉണ്ടാക്കും അവള്? ഒരു പൊതുപരിപാടിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാ. അതിനിടെ സുസ്മിത എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ച? ചന്ദ്രബോസ് പറഞ്ഞത് ശരിയാ, ഒരു ഹോട്ടല് തുറക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാ അത് പൂട്ടിക്കാൻ. പക്ഷെ അങ്ങനെ എളുപ്പം പറഞ്ഞുവിടാൻ പറ്റില്ല അവളെ. എന്തോ കാര്യത്തിൽ ആ സെർലാൻഡി ഭയക്കുന്നുണ്ട് അമ്മ. താൻ പേടിക്കണ്ട. ഇനി ആ സുസ്മിത എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി അവൾക്ക് പകരം ഞാൻ പോകും ജയിലിലേക്ക്. അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എടുത്ത വീഡിയോടെ കുഞ്ഞേച്ചി, നിനക്ക് വേണമെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കാൻ സുസ്മിതേ. ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മുന്നിൽ നിനക്ക് സമർപ്പിക്കാൻ ഒരു തെളിവ് കിട്ടുമോ നോക്കട്ടെ. കിട്ടി. എല്ലാവരും കാണും ജ്യൂസിൽ എങ്ങനെയാ പാറ്റ വന്നേന്ന്. കാണു സത്യമേ.
ഇനി നീ തീരുമാനിക്കൂ സുസ്മിതെ, ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കണോ അതോ പോലീസ് ഇൻസ്പെക്ടറെ വിളിക്കണോന്ന്. സുസ്മിതെ, അടിച്ചു നിന്റെ കരണം പൊളിക്കുക വേണ്ടത്. ആ സോറി ആന്റി, ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം? എന്തബദ്ധാടി ഇത്? എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞില്ലേ, ക്ഷമിക്കണം. ഇതിന് മാപ്പില്ലാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ ഞങ്ങളെന്തിനാ ക്ഷമിക്കുന്നത്? ഒരു കൈയബദ്ധമാണെന്ന് അവള് പറഞ്ഞില്ലേ, വിട്ടുകളയത്. ഇതെങ്ങനെയാ സരളെ കൈയബദ്ധമാവുന്നത്? ഇവള് തന്നെ ജ്യൂസിൽ പാറ്റിടുന്നത് നമ്മൾ കണ്ടതല്ലേ? അത് ഞാനൊരു ഷുഗർ പാക്കറ്റാ പൊട്ടിച്ചിട്ടത്. പാറ്റ അതിലെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അതിന് ഇവിടുത്തെ ടേബിളിൽ ഷുഗർ പാക്കറ്റ് ഒന്നും വെച്ചിരുന്നില്ലല്ലോ. ഹാ, അതിന് ഷുഗർ പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നതല്ലെന്ന് പറഞ്ഞോ? മറ്റുള്ളവരെയൊക്കെ കൂടിയ അളവിൽ മധുരം വേണം എനിക്ക്, അതുകൊണ്ട് ഷുഗർ പാക്കറ്റ് കൊണ്ട് നടക്കാറുണ്ട്. അതിനിപ്പോ എന്താ, കൊണ്ടു നടക്കുന്ന പഞ്ചസാരയല്ലേ, അല്ലാതെ ബ്രൗൺ ഷുഗർ ഒന്നും അല്ലല്ലോ. വിട്ട് കളയാൻ പറഞ്ഞത് രണ്ടു കൂട്ടരുടെയും ഗുണത്തെ കരുതിയ. അവൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ, മാപ്പും പറഞ്ഞു. പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുക. ആദ്യ ദിവസം തന്നെ അവിടെ ജ്യൂസിൽ പാറ്റയെ കണ്ടു എന്ന് പറഞ്ഞ മീഡിയക്കാരത് വലിയ വാർത്തയാക്കും. വിഷ്ണുവിന്റെ ബിസിനസിന് അതിന്റെ മോശം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി താൻ കണ്ണോർന്നു. തുറന്നോക്ക്. ഇന്നവിടെ ഷോപ്പിൽ പോയപ്പോ തനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. തനിക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായില്ലെങ്കിലും താനിത് സൂക്ഷിച്ചു വെക്കണം. ഞാൻ ആദ്യമായിട്ട് തനിക്ക് വാങ്ങിത്തന്നല്ലേ. ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ രണ്ടാമതല്ലേ സച്ചേട്ടാ, എനിക്ക് സമ്മാനമായിട്ട് സച്ചേട്ടൻ ഇത് വാങ്ങിയതല്ലേ പ്രധാനം. സച്ചേട്ട സ്നേഹിക്കുന്ന ആൾക്ക് കൊടുക്കാൻ സമ്മാനമായിട്ട് ഒരു സാരി കരുതിയിട്ടുണ്ട്. ഇപ്പോ ഞാനാണ് ആ വ്യക്തിയെന്ന് തെറ്റിദ്ധരിച്ച് ആ സാരി ഞാൻ ഇന്നുടുത്തു നോക്കി. സച്ചേട്ടന് അതിഷ്ടായില്ല. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇന്നെനിക്ക് ബോധ്യായി, ഞാനിപ്പോഴും സച്ചേട്ടന്റെ മനസ്സിലില്ലെന്നും ഒരിക്കലും അതുപോലൊരു സമ്മാനം എനിക്ക് സച്ചേട്ടനിൽ നിന്ന് കിട്ടില്ല എന്നും. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. സാരിയോ അതോ? സാരിയും സാരി തന്ന ആളിനെയും.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടൻ എന്താ ഇവിടെ കാവല് നിൽക്കുന്നേ? അത് അർച്ചന ഡ്രസ് മാറുക. ഏട്ടത്തി ഡ്രസ് മാറുന്ന ഏട്ടൻ എന്തിനാ പുറത്തിറങ്ങി നിൽക്കുന്നേ? നിനക്ക് എന്താ വേണ്ടേ? ഓരോ കിന്നാരം കൊണ്ട് വന്നിരിക്കുന്നത് വേണ്ട. എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ ഏട്ടത്തിന്ന് കാണാൻ വന്നതാ. മാറങ്ങോട്ട്. ഏട്ടത്തി എന്താ ഈ കാണിക്കുന്നേ? എന്താ ഈ സാരി വീണ്ടും എടുത്തോ? ഈ സാരിക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നോ? അന്ന് സച്ചേട്ടൻ ഏട്ടത്തിയോട് ദേഷ്യപ്പെട്ടത് ഓർമ്മയില്ലേ? ഏട്ടത്തി, അന്ന് അപ്പുറത്തെ റൂമില് സച്ചേട്ടൻ മാറ്റി വെച്ചിരുന്ന സാരിയല്ലേ ഇത്? അയ്യോ, അതാണോ ഇത്? പിന്നല്ലാതെ. ഏട്ടൻ കാണുന്നതിന് മുമ്പ് വേഗം മാറ്റിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. എന്തിന്? ഇനി എന്തായാലും ഞാനിത് മാറ്റുന്നില്ല. ഇതിന്റെ പേരിൽ എന്നെ സച്ചേട്ടൻ വല്ലതും പറഞ്ഞ ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഏട്ടത്തി, ഞാൻ ആദ്യം സച്ചേനോട് സംസാരിക്കട്ടെ. ഏട്ടത്തി ഇവിടെ നിൽക്ക്. ഞാൻ പോട്ടെ. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. എന്താ? അത് പിന്നെ വന്നവിടെ സച്ചേട്ടാ. ഏട്ടാ, ഏട്ടാ പ്രശ്നമൊന്നും ഏട്ടാ പ്ലീസ്. മുന്നിൽ മാറി നിൽക്കാൻ. മറ്റാരെക്കാൾ ഈ സാരി ഇണങ്ങുന്നത്? തനിക്ക് തന്നെയാ. അന്ന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഈ ഭംഗി എന്റെ കണ്ണിപ്പെട്ടില്ല. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടെ മനഃപൂർവ്വം തേച്ചതാണല്ലേ? ഉള്ള ഉയരങ്ങ് പോയി. എടുത്ത് ഇത്രയൊക്കെ അഭിനയിക്കുവായിരുന്നല്ലേ? അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ എങ്ങോട്ട് പോകാനുള്ള പ്ലാനാ? ഒന്നുമില്ല, വെറുതെ ഒന്ന് പുറത്തു പോകാന്ന് കരുതി. ആഹാ, നൈസ് ഡിസിഷൻ. ഏട്ടൻ പറഞ്ഞതുപോലെ ഈ സാരിയിൽ ഏട്ടത്തെ കാണാൻ നല്ല രസമുണ്ട്. ഈ സന്തോഷത്തിലെ നമുക്കൊരു സെൽഫി എടുത്താലോ? വാ, ഇവിടെ നിൽക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാളെല്ലാരും കൊല്ലും. അയാളെ ഈ തോക്കുണ്ട്.
എന്താ നകുൽ ഇതൊക്കെ? അയ്യോ മഹി, അയാളുടെ അടുത്തേക്ക് പോണ്ട. അയാൾ നമ്മളെ കൊല്ലും. മഹി, അയാള് ചീത്തയാ. മോൾ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മാളു സത്യമാണോ പറയുന്നേ? മോള് കണ്ടതാണോ? അതെ ഗംഗേ, ഞാൻ പറയുന്ന സത്യ. അയാളുടെ ബാഗിലുണ്ട്. അതൊക്കെ മോക്ക് വെറുതെ തോന്നിയതാവും അല്ലേ നകുൽ? കൂടുതൽ സംസാരത്തിന്റെ ആവശ്യം എന്താ? ആ ബാഗ് പരിശോധിച്ചാ പോരെ? നകുൽ, ആ ബാഗ് ഒന്ന് ചെന്നെടുത്തുണ്ടോ? എന്തിനാ? അതിലെന്റെ പ്രൈവറ്റ് സാധനങ്ങളാ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പുറത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കണ്ടോ, അതിൽ തോക്കുണ്ട്. അതാ അയാൾ സമ്മതിക്കാത്തത്. നകുലിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അയാൾക്ക് ഉറപ്പാ. പിന്നെ മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്കതൊന്ന് നോക്കിയേക്കാം, അല്ലേ നകുൽ? ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കൊച്ചുകുട്ടിയുടെ വാക്ക് കേട്ട് എന്റെ പ്രൈവസി നശിപ്പിക്കേണ്ട കാര്യം എന്താ? നകുല് പറയുന്നതിലും കാര്യമുണ്ട്. മാളുവിന് നകുലിനോട് എന്തോ ദേഷ്യമുണ്ട്. അതുകൊണ്ട് മോൾക്ക് വെറുതെ തോന്നുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല മഹി, ഞാൻ സത്യ പറഞ്ഞേ. ഇയാളുടെ ബാഗിൽ ഞാൻ തോക്ക് കണ്ടതാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വിശ്വാസമാണ്. കാണാത്ത ഒരു കാര്യവും മാളു കണ്ടെന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ നകുലിന്റെ ബാഗ് നോക്കുന്നതിൽ ഒരു തെറ്റുള്ളതായും എനിക്ക് തോന്നുന്നില്ല. ബാഗ് എടുക്കാൻ നകുലിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മഹി, ഇതൊരു കളിത്തോക്ക. മാളുവിന് തോക്ക് ഇഷ്ടമായതുകൊണ്ട് അവക്ക് വേണ്ടി വാങ്ങിയതാ. പേടിച്ചു പോയി. ഒരു നിമിഷം കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന്. സംശയം ഉണ്ടോ നോക്കിയോ? എനിക്ക് തോക്കിന്റെ പരിപാടി ഒന്നും അറിയില്ല. ഞാനൊരു പാവം ഫോട്ടോഗ്രാഫറാണേ. മാളുവിന് എന്നോട് എന്തോ പിണക്കമുണ്ട്. അതാ അവൾ എപ്പോഴും എന്റെ ഭാഗത്ത് കുറ്റം പറയുന്നേ. ഏതായാലും നകുലിനോട് ചെയ്തത് വളരെ മോശമായി പോയി മഹിയേട്ടാ. അതെ, നകുലിന്റെ സ്ഥാനത്ത് ആരായാലും ഇതൊന്നും സഹിക്കില്ല. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ഇതൊക്കെ ഒരു തമാശയായിട്ട് ഞാനും കണ്ടിട്ടുള്ളൂ. ഇത് മോള് വെച്ചോ, മോൾക്ക് കളിക്കാം. നിങ്ങൾ വലിയ പ്രൊഫഷണലാ, ബുദ്ധിമാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മണ്ടത്തരങ്ങളാ ചെയ്ത് കൂട്ടുന്നേ. എന്തിനാ ഇവിടെ വരുമ്പോ തോക്കൊക്കെ കൊണ്ടുവരുന്നേ? ഇനി അത് കൊണ്ടുവന്നാൽ തന്നെ ആരും കാണാതെ സൂക്ഷിക്കാൻ അറിയില്ലേ? ഞാനത് മാനേജ് ചെയ്തില്ലേ. ശ്രേയ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിചാരിക്കാത്ത പല കാര്യവും ജീവിതത്തിൽ സംഭവിക്കും. അവിടെ നമ്മൾ പാനിക്കായിട്ട് കാര്യമില്ല.
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ആലോചിച്ച് അത് ചെയ്തു നോക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. എല്ലാം കയ്യോടെ പിടിച്ചെന്ന് കരുതിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിടിക്കപ്പെടുന്നു തോന്നിയ ഓടി രക്ഷപ്പെട്ടോണം. മഹിയേട്ടൻ കാണുന്ന പോലെ അത്ര പാവൊന്നുമല്ല, നല്ല കിണ്ടലടി ഇടിക്കും. വെറുതെ അത് മേടിച്ചു കൂട്ടരുത്. സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. എന്റെ പ്ലാനും പദ്ധതിയെല്ലാം പക്കയായിരുന്നു. പക്ഷെ ആ മാളു, അവൾ എപ്പോ വന്നു, എങ്ങനെ ഈ തോക്ക് കണ്ടുവെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ആ മുറി നിന്നപ്പോ അതൊന്ന് പുറത്തെടുത്തിരുന്നു. അപ്പ കണ്ടതാവും. ആ കുട്ടി പിശാച് എന്നും എനിക്കൊരു പാരയാ. അവൾ ആദ്യം തീരണം. ദേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിക്കണ്ട. ഞാൻ പറഞ്ഞത് മറന്നു പോയരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും മാളുവിനൊന്നും സംഭവിക്കാൻ പാടില്ല. മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാ മഹിയേട്ടൻ പിന്നെ എന്നെ വിവാഹം കഴിക്കില്ല. അത് മറക്കരുത്. ഞാൻ ഈ പാടുപെടുന്നതെല്ലാം എന്റെ മഹിയേട്ടന്റെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാ. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മുവിനെ കുറിച്ച് എല്ലാം അറിയുന്നവനല്ലേ ഞാൻ. നീ എത്രമാത്രം പരിശുദ്ധിയുള്ളവളാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ അറിഞ്ഞ വിവരങ്ങൾ ആരോടും പറയില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ നിനക്ക് ഭർത്താവല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ അയാളെ ഈശ്വര തുല്യം കാണുന്നു. അമ്മോ, നിന്നെപ്പോലൊരു പെണ്ണ് ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. നീ സത്യങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരോടും പറയില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ നഷ്ടമാക്കി എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ദയവായി നീ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇന്നൊരു ഭർത്താവാണ്. ഒരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിച്ച അവളോട് നീതി പുലർത്തുകയാണ് ഉത്തമനായ ഒരു പുരുഷൻ ചെയ്യേണ്ടത്. ആ നീതി സഞ്ജു കാണിച്ചോ? അന്ന് നടന്നതൊരു വിവാഹമേ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഞാൻ എവിടെയൊക്കെ നോക്കി. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനൊന്ന് പോട്ടെ. ലച്ചു എവിടെ പോകാൻ? ലച്ചു എങ്ങും പോകുന്നില്ല. ഇല്ല, ചേച്ചിയുടെ മുന്നിലേക്ക് ഞാൻ ഇനി വരില്ല. നിങ്ങൾ ആരും എന്നെ അതിന് നിർബന്ധിക്കാൻ വേണ്ട. ചേച്ചി ഒന്ന് എഴുന്നേൽക്കാൻ അവള് സകല ശക്തികളോടും പോരാടിയത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ. അതിനവള് അഖണ്ഡ ജ്യോതി വരെ ശിരസിലേറ്റി. എനിക്കറിയേണ്ടത് ചേച്ചി വരുമോ ഇല്ലയോന്നാ. ഇതെന്റെ അവസാനത്തെ ചോദ്യം. ഇനി ഒരു കാലത്ത് നമ്മൾ തമ്മിൽ കാണില്ല. ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കാം. ഞാൻ പോവാ. അമ്മോ, അമ്മോ, നീ പോവല്ലേ? അമ്മോ, തിരിച്ചു വാ അമ്മോ. പോയാരും കാണുന്നില്ലല്ലോ അമ്മോ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാ നമുക്ക് പോവാം. പാർവതിക്ക് പേടിയായോ? ഈ ഇരുട്ടത്ത് വെച്ച് വിശാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ്, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പാർവതിക്ക് പേടിയായോന്ന്? വേണ്ട സാർ, ഇവിടെ നമുക്ക് ഇരുട്ടത്ത് നിൽക്കണ്ട. ഇത് കാടാ, ഇവിടെ എന്ത് സംഭവിക്കാം. സാർ വാ നമുക്ക് പോവാം. പാർവതി വേണ്ട സാർ, നമുക്ക് തിരിച്ചു പോവാം. വിശാൽ സാർ വാ വാ. അവന്റെ ഒരു പ്രപ്പോസൽ ഏതായാലും അത് ചീറ്റിപ്പോയല്ലോ. പ്രതാപ, എന്താ ചേച്ചി? എനിക്കൊരു സംശയം. എന്താ? നീ ആ ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചോ? ആ കണ്ണ് കാണാത്ത ആൾ എപ്പോഴും കാണുന്നതല്ലേ. അയാൾ എന്തിനാ പ്രത്യേകം ശ്രദ്ധിക്കുന്നേ? ശ്രദ്ധിക്കണം. കാരണം? കാരണമുണ്ട്. അയാളെ കണ്ടിട്ട് നിനക്ക് വല്ല സംശയം തോന്നിയോ? എന്ത് സംശയം? അല്ലെങ്കിൽ തന്നെ ആ ഗതികേട്ടനെ കണ്ട എന്ത് സംശയം തോന്നാനാ? പ്രതാപ, കണ്ണുണ്ടായാ പോരാ, അതിന് കാഴ്ച ഉണ്ടാവണം. പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണം നമ്മളെ തിരിച്ചറിയാതെ വരും. ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? നിനക്കിപ്പോ ശേഖരനെ കണ്ടിട്ട് ഒരു സംശയവും തോന്നിയില്ല? ഇല്ല. എന്നാൽ എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? അയാൾ ശേഖര മേനോൻ എന്ന ശേഖരേട്ടനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആര്? ശേഖരനൊളിയനോ? അതെ, എന്റെ ആദ്യ ഭർത്താവ് ശേഖര മേനോൻ, വിപിന്റെയും വിനയുടെയും അച്ഛൻ. ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ സംശയം തോന്നാൻ കാരണം? നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ പ്രതാപ? ഞാനതിപ്പോഴാ ഓർത്തെടുത്തത്. എന്താണ് ചേച്ചി? ശേഖര മേനോനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്ത ദിവസം, അതേ ദിവസം തന്നെയാണ് ഈ അന്ധനും ഈ വീട്ടിൽ വന്നത്. ശരിയാ, ചേച്ചി പറഞ്ഞ ശരിയാ. ആ ദിവസം തന്നെ അയാൾ വന്നത്. അതുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശേഖരനെ ഇന്നു മുതൽ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. അയാളുടെ അന്ധതയൊക്കെ ഒരഭിനയമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അയാളെ കാര്യമായി ശ്രദ്ധിച്ചേ മതിയാവും. ശേഖരനളിയനാണ് ഇവിടെ വേഷം കെട്ടി നിൽക്കുന്നതെങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. ഇവർക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ഏതു വിധേനയും ഈ ധൂമകേതുക്കളിൽ നിന്ന് രക്ഷപ്പെടണം. പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കാണാമായിരുന്നു. ഇപ്പൊ അവളും ഇവിടെയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാഗരാജാവ് നമുക്ക് ഒരു ദ്രോഹം ചെയ്യില്ല, നന്മ മാത്രമേ ചെയ്യൂ. വിശാൽ സാറിന് വേണ്ടി ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം. പാർവതി, നീ എന്തായി കാണിക്കുന്നേ? പാർവതി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അബദ്ധം ഒന്നും കാണിക്കരുത്. പാമ്പിനോടാ നീ കളിക്കുന്നത്. നീ വാ,
ഇല്ല, ഞാൻ വരില്ല. നാഗരാജാവിന് കോപമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ അമ്മ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നാഗരാജാവ് എനിക്ക് തരണം. നാഗരാജാവ് എന്നെ കൊത്തിക്കോട്ടെ. പാർവതി, പാർവതി, പാമ്പ് പുറ്റിലേക്ക് പോയല്ലോ. വാ, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. വാ. ഒന്ന് ക്ഷമിക്കൂ വിശാൽ സർ, ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ചില കാര്യങ്ങളോ? അതെന്താ? ഇത്തിരി നേരം കൂടി കാത്തിരിക്കും വിശാൽ സർ. എന്താ ഇത്? ഇതൊരു കൊലുസല്ലേ? അതെ, ഇതെന്തോ വിശേഷപ്പെട്ട കൊലുസാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും നാഗരാജാവ് ഇതെനിക്ക് നൽകിയത്. നാഗരാജാവിന്റെ ഈ സമ്മാനം കളയാതെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. ഇവർ രണ്ടുപേരും എന്തിനാ പാമ്പിന്റെ പുറ്റിനടുത്ത് നിൽക്കുന്നത്? പാർവതി എന്താ സാരത്തുമ്പിൽ കെട്ടിവെച്ചത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കഞ്ഞി ചൂടോടെ കുടിക്കാൻ പറയണം. ഇത് കുടിച്ചാ അക്കിമോന്റെ ക്ഷീണം എല്ലാം മാറും. ദേവകി, അവര് വന്നിട്ടുണ്ട്. അഖിലിന്റെ അമ്മയും ചേട്ടത്തിമാരും. അഖിലിന്റെ അടുത്തുണ്ട്. അവരെന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിങ്ങി പോന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, അഖിലിന്റെ ഇവിടുത്തെ പൊറുതി ഇന്നത്തോടെ തീർന്നു. പിന്നെ ശ്യാമേ, അവര് അഖിലിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ നീ തടയാനൊന്നും നിക്കല്ലേ. അവിടെ എങ്ങനെ കഴിഞ്ഞതാ അവൻ, ഇവിടെ കഷ്ടപ്പാടും ദുരിതവും. എന്റെ ഗതി ഇങ്ങനെയായി. അവനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. വെറുതെ ആ അമ്മയുടെ ശാപം വലിച്ചു വെക്കണ്ട. എന്ത് ചെയ്യണെന്ന് അവൾക്കറിയാം. നീ ഒന്നും വായടച്ചു വെക്ക. അല്ലെങ്കിലും സത്യം പറയുമ്പോ ആർക്കും പിടിക്കില്ലല്ലോ. ജയന്തി, കുറച്ചു സമയത്തേക്കെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കെ. അവര് പോയി കഴിഞ്ഞ് നീ എന്ത് വേണേലും പറഞ്ഞു. കണ്ടോ പണവും മണവും ഉള്ള ബന്ധുക്കള് വന്നപ്പോ നമ്മളെ ആർക്കും വേണ്ടായേ. ഇവളോട് തർക്കിച്ചു നിന്നാ ശരിയാവില്ല. മോളുവാ, കഞ്ഞി തണുക്കും. കൊമ്പിലെ ബന്ധുക്കള് വന്നപ്പോ മൂന്നാളുടെയും ഗമ കണ്ടോ? ഈ ബ്രെഡ് കൂടി കഴിക്കും. ഒരെണ്ണം കൂടി കഴിക്കടാ. മതിയമ്മേ, മതി. ഒന്നുകൂടി കഴിക്കേ. മതി.
ഇതെന്താ? കഞ്ഞിയും ചമ്മന്തി അഖിലിന് കുടിക്കാൻ കൊണ്ടുവന്നതാ. അമ്മേ, ഇത് കണ്ടോ? അഖിക്ക് കുടിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണെന്ന്. ആ, ഇതൊക്കെ കഴിച്ചാ ഇവനിങ്ങനെ സുഖമില്ലാണ്ടായേ. ഇതൊക്കെ കഴിക്കാനേ ഇവൻ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. ഈ നാട്ടിലൊക്കെ പണക്കാരായാലും പാവപ്പെട്ടവരായാലും പനി വന്ന കഞ്ഞിയാ കുടിക്കുന്നെ. ആ, അതിന്റെ ഐശ്വര്യം ഇവിടെ മൊത്തത്തിൽ കാണാനുണ്ട്. മതിയാക്കമ്മേ, വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഓ, ഭാര്യ വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? അമ്മേ, നമ്മളിവിടെ വന്നത് അഖിയെ കാണാനല്ലേ? അതുകൊണ്ട് കണ്ടതും കേട്ടതും ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടോ? അത്രയ്ക്കങ്ങ് കുറ്റപ്പെടുത്താൻ ഞങ്ങള് കാര്യമായിട്ട് തന്നെ അഖിൽ മോനെ നോക്കുന്നത്. ദേവകി, സംസാരിച്ചത് മതി. വന്നേ. അല്ല, ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. നിർത്താനാ പറഞ്ഞേ. ഓ, ഞാനൊന്നും പറയുന്നില്ല. കഞ്ഞി പാവങ്ങൾക്കുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ നേരത്തെ ചോദിച്ചില്ലേ എന്താ ശ്യാമയ്ക്ക് കൂടി ഡ്രസ്സ് വാങ്ങാത്തതെന്ന്? ആ അശ്വതിയുമായി കൂട്ടിച്ചേർന്ന് നമ്മുടെ കുടുംബം തകർക്കാൻ നിൽക്കുന്ന ഇവൾക്ക് ഞാൻ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത്? നീ പറയ. അമ്മേ, എല്ലാം അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാ. ശ്യാമയ്ക്ക് അശ്വതി ചേച്ചിയുമായി അങ്ങനെ ഒരു അടുപ്പമില്ല, ഉറപ്പാ. ഞാനാ പറയുന്നേ, ഇത് സത്യമാണ്. അമ്മ വിശ്വസിക്കണം. ഞാൻ പോവാ. ശ്യാമ, അശ്വതേച്ചി, ശ്യാമ, നിക്ക്. നീ എന്താ പറഞ്ഞേ? ഇവര് രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് അല്ലേ? ഇനി നീ പറയും, ഇവളും ശ്യാമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലേ? ഇത്രയും കാലം എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി, ശ്യാമയും ഇവളും കൂടിയോ എന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നത്. ഇനി ക്ഷമിക്കില്ല. ഇവളോട്, ഈ ശ്യാമയോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പറഞ്ഞതാ ശരിയെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ പോവാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം മോനെ. നീ വരില്ല അല്ലേ? അമ്മ വിളിച്ചാ നീ വരില്ല അല്ലേ?
ഞാൻ പോവാ. പക്ഷെ ഒന്ന് നീ ഓർത്തോ, എന്നെയും നമ്മുടെ കുടുംബത്തെയും ചതിച്ച ഇവള് ഒടുവിൽ നിന്നെയും ചതിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എന്തായി കാണിക്കുന്നത്? ചിത്രത്തിന് ജീവനുണ്ടോ നോക്കുകയാണോ? അല്ല, എന്റെ ജീവൻ ഇവളെടുക്കുമെന്ന് നോക്കുമായിരുന്നു. ആ, അതമ്മ പേടിക്കണ്ട. സുഭദ്രയ്ക്ക് ഒരു ജീവൻ എടുക്കണമെന്ന് തോന്നിയാ അവൾ എന്റെ ജീവനെ എടുക്കും. ഞാനല്ലേ അവളെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയച്ചത്. പക്ഷേ നീ മുൻപ് ആരോപിച്ചത് എനിക്ക് വേണ്ടി അത് ചെയ്തു എന്നാ. അതില് തെറ്റെന്താ ഉള്ളത്? ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ ചെവിയിൽ ഓതി ഓതി തൃപ്പങ്ങോട്ടുകാരോടുള്ള പക അമ്മ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. അതെ, ആയിരുന്നു. പക്ഷേ ഇപ്പൊ ആ അരക്കോട്ടിപ്പം നിന്റെ മനസ്സിലില്ല. ഒരു പുതിയ പെണ്ണിനെ കണ്ടതോടെ നീ പെറ്റമ്മയെയും പെറ്റുവീണ മണ്ണിനെയും ഒക്കെ മറക്കുക. നീ ഇപ്പൊ കോട്ടയ്ക്കൽ ഭവാനിയുടെ മകനല്ല, തൃപ്പങ്ങോട്ട് വാസുദേവന്റെ നല്ലവനായ മരുമകൻ മാത്രം. ഓ എന്റെ അമ്മേ, എന്തിനാ ഇങ്ങനെ ഓരോരോ കളറുകൾ കൊടുക്കുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് എന്താ ആവശ്യം അത് പറ. എന്റെ ആവശ്യം രണ്ടാണ്. ഒന്ന്, നീ ഈ ചിത്രം ഇവിടെ നിന്നെടുത്ത് കത്തിച്ചു കളയണം. രണ്ട്, നമുക്കിവിടെ നിന്ന് മടങ്ങിപ്പോണം. നീ രാധയെ കല്യാണം കഴിക്കരുത്. ഇത് രണ്ടും ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നീട് ഒരിക്കലും നീ ഈ ഭവാനിയമ്മയെ കാണില്ല. എന്നാ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാം. ഇരുട്ടും മുമ്പ് പോണം. രാത്രി യാത്ര ദുഷ്കരമായിരിക്കും. വഴിച്ചെലവിനുള്ള കാശൊക്കെ മണിച്ചിനെ നിന്ന് വാങ്ങിച്ചോളൂ. അപ്പോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ആ, ഇവിടെ നിപ്പുണ്ടായിരുന്നല്ലേ? മണിച്ചനിപ്പോ പറഞ്ഞെല്ലാം കേട്ടല്ലോ. കോട്ടയ്ക്കൽ ഭവാനിയമ്മ എന്റെ അമ്മ, എന്നെ വിട്ട് മടങ്ങി പോവുക. വഴിച്ചെലവിനുള്ള കാശ് കൊടുത്തു വിടണം. ഇവിടെ ഇനി അടുക്കള ഭരിക്കാൻ പോകുന്നത് തൃപ്പങ്ങോട്ട് രാധയായിരിക്കും. ഞാൻ താലി കെട്ടി കൊണ്ടുവരാൻ പോകുന്ന എന്റെ പെണ്ണ്. ഭവാനിയമ്മേ, വിഷമിക്കണ്ട. ഇതിപ്പോ താലിപണി ഞാൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കല്യാണം ആയില്ലല്ലോ. വിഷമിക്കില്ല. മണിച്ചൻ ഒരു ഉപകാരം ചെയ്യണമെന്ന് മാത്രം. എന്തുപകാരം? ഈ രാധ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്. അയ്യോ, അതെന്തിന്? കൊല്ലാൻ. മേഘനാഥന്റെ ജീവിതത്തിൽ അവനെ നിയന്ത്രിക്കാൻ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ വേണ്ട, മനസ്സിലായോ? കോട്ടയ്ക്കലേക്ക് പോണെങ്കിൽ പോവും ഞാൻ. രാധയെ കൊന്നു കഴിഞ്ഞ് മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളെ ഞാനൊരു അയൽക്കാരിയും ഒരു പരിചയക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയൽക്കാരി അമ്മ ചമയം വരണമെന്നില്ല. എന്തു പറഞ്ഞേ? ആര് പഠിപ്പിച്ചെന്നടി നിനക്ക് ഈ അഹങ്കാരം? നിന്നെയൊക്കെ ഉപദേശിച്ച് നേർവഴി കാണിക്കാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ അതിനപ്പുറം അവകാശം സീതമ്മയ്ക്കുണ്ട്. ഇവര് വെറും അയൽക്കാരിയോ പരിചയക്കാരിയോ അല്ല, അമ്മ തന്നെയാ. നമുക്ക് നമ്മുടെ വളർത്തമ്മ.
ഒരു നേരത്തെ ഭക്ഷണം തന്നിട്ട് ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കട്ടെടുത്ത് ഒരുത്തി പടി കടത്തി വിട്ടപ്പോ വെറും കൈയോടെ വിശന്നലഞ്ഞു വന്ന് നിനക്കും എനിക്കൊക്കെ ഉടുപ്പും കിടപ്പും ആഹാരവും ഒക്കെ തന്നത് ഈ അമ്മയാ. ഇന്നിങ്ങനെ നമ്മളൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ ഈ അമ്മയുടെ കാരുണ്യം കൊണ്ടാ. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. പറഞ്ഞ തെറ്റിന് നീ ഇപ്പൊ തന്നെ സീതമ്മയോട് മാപ്പ് പറയണം. എന്നാലേ നിന്നെ ഈ വീട്ടിൽ തുടരാൻ ഞാൻ അനുവദിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല അഞ്ജലി. അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ ഒരു വിവരക്കേട് പറയുന്നു. എനിക്കതിലൊരു വിഷമവും ഇല്ല. നീ അത് വിട്ടേക്ക്, അത് കഴിഞ്ഞില്ലേ. സീതമ്മയ്ക്ക് വിഷമമില്ലായിരിക്കാം, എനിക്ക് പക്ഷെ വിഷമമുണ്ട്. എന്റെ വിഷമം അറിയാൻ ഇവിടെ ആർക്കും ആഗ്രഹവും സമയവും ഇല്ലാത്തതുകൊണ്ടാ. നിനക്ക് എന്താടി ഇത്ര വിഷമം? എന്നാണോ നിന്നെ മുരളി ഈ കഴുത്തിൽ താലി കെട്ടിയത് അന്ന് മുതൽ നീ മുരളിയുടെ പെണ്ണാ. ഇനിയുള്ള കാലം നീ താമസിക്കേണ്ടതും ജീവിക്കേണ്ടതും അവന്റെ ഒപ്പം അവന്റെ വീട്ടിലാണ്. അതിലാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്കൊരിക്കലും ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാനാ ചേച്ചിയെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നെ. എനിക്കതിനാവില്ലെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിർബന്ധങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ഒരാളാണോ ഞാൻ? ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ചേച്ചിക്കും അങ്ങനെയുള്ള ഇഷ്ടങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രസാദേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ചേച്ചി എല്ലാരും ഇവിടെ നിർബന്ധിച്ചില്ലേ? അപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ കൃഷ്ണനെ മനസ്സിൽ വെച്ചുകൊണ്ടാ ചേച്ചി ഇപ്പോഴും നടക്കുന്നതെന്ന്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമുണ്ട്. ഓരോരുത്തരും അവരവരുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ബന്ധം. ഇത്രയും സംസാരം ആയ സ്ഥിതിക്ക് ഇവിടെതാ ഇപ്പൊ ഒരു വ്യവസ്ഥ ഞാൻ വയ്ക്കുക. ഞാൻ മുരളിയുടെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ. പകരം കൃഷ്ണനെ മറന്ന് ചേച്ചി പ്രസാദേട്ടനെ കല്യാണം കഴിക്കണം. പറ്റില്ലെങ്കിൽ ഈ താലി ചരടിനെ വെറും ഒരു നൂല് മാത്രമായി കണ്ട് ഞാൻ പൊട്ടിച്ച് ദൂരെ എറിയും. എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.